പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലം ആണ്. ആദ്യത്തെ 3 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എ വെസൽ ഇൻ ദി ഷേപ്പ് ഓഫ് എ സ്ക്വയർ പ്രിസം വിത്ത് ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ contains water 10 centimeter high. If a cube of edge 8 centimeter immersed in it, by how much should the water level rise? ഒരു വെസല്, അതിന്റെ ഷേപ്പ് എന്താണ്? സ്ക്വയർ പ്രസത്തിന്റെ ഷേപ്പിലുള്ള ഒരു വെസല്, ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ ആണ്. അതിനകത്ത് 10 സെന്റിമീറ്റർ ഉയരത്തിന് വെള്ളമുണ്ട്. ഇഫ് എ ക്യൂബ് ഓഫ് എഡ്ജ് 8 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ ഒരു എഡ്ജിന്റെ നീളമുള്ള ക്യൂബ് അതിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുന്നു, അതിലേക്ക് മുക്കുന്നു. അങ്ങനെ അതിലേക്ക് മുക്കിക്കഴിഞ്ഞാൽ ബൈ ഹൗ മച്ച് വുഡ് ദി വാട്ടർ ലെവൽ റൈസ്? അതായത് ക്യൂബ് അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ക്യൂബിന്റെ അത്രയും വോളിയം വാട്ടർ റൈസ് ചെയ്യും. അപ്പോൾ എത്ര സെന്റിമീറ്റർ ഹൈറ്റിൽ അത് റൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 10 സെന്റിമീറ്റർ ഉയരത്തിന് വെള്ളമുണ്ട്. 8 സെന്റിമീറ്റർ വശമുള്ള ഒരു ക്യൂബ് അതിനകത്തേക്ക് ഇടുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അതിന്റെ വാട്ടർ ലെവൽ റൈസ് ചെയ്യും. അപ്പൊ ആദ്യത്തെ ലെവൽ ഇതായിരുന്നു, അത് ഇത്രയും റൈസ് ചെയ്തു. അപ്പൊ ഈ റൈസ് ചെയ്തത് എത്ര സെന്റിമീറ്റർ ആണ്? 10 സെന്റിമീറ്റർ എന്ന ഹൈറ്റിൽ നിന്ന് എത്ര സെന്റിമീറ്റർ കൂടി ഉയർന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ നോക്കിക്കേ, ഈ ഉയർന്ന ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ പ്രസ്സാണ്. അതിന്റെ ഹൈറ്റ് ഞാൻ h എന്ന് എടുത്തു. അപ്പോൾ വോളിയം ഓഫ് വാട്ടർ റൈസസ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി ക്യൂബ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ്. ആ വെസലിലേക്ക് ഒരു ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ആ ക്യൂബിന്റെ അത്രയും വോളിയം വാട്ടറാണ്, അത്രയും വ്യാപ്തം വെള്ളമാണ് ഉയരുക. അപ്പോൾ ആ ഉയർന്ന വെള്ളത്തിന്റെ, അതായത് ആ വോളിയം ഓഫ് വാട്ടർ റൈസസ്, ആ റൈസ് ചെയ്ത ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ക്വയർ പ്രിസം ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് സപ്പോസ് h വി ക്യാൻ ചൂസ്. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് ഞാൻ h എന്ന് എടുത്തത്, ഈ ഹൈറ്റ്. അപ്പോൾ h യൂണിറ്റ് ഹൈറ്റ്, ഉയർന്ന ഭാഗം മാത്രം, ഈ ഹൈറ്റ് h. ആ h യൂണിറ്റ് ഹൈറ്റ് ഉള്ള ഒരു സ്ക്വയർ പ്രിസമാണിത്. അതിന്റെ ബേസ് എഡ്ജ് 16 തന്നെയാണ്, ഹൈറ്റ് h എന്ന് എടുത്തു. അപ്പോൾ വോളിയം ഓഫ് ദി വാട്ടർ റൈസസ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി ക്യൂബ് ഇമ്മേഴ്സ്ഡ്. വോളിയം ഓഫ് ദി വാട്ടർ റൈസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ്, ലെങ്ത് 16, ബ്രെഡ്ത്ത് 16, ഹൈറ്റ് h. അപ്പോൾ 16 ഇൻറ്റു h ആണ് വോളിയം ഓഫ് ദി വാട്ടർ റൈസസ്, വിച്ച് ഈസ് സെയിം ആസ് വോളിയം ഓഫ് ദി ക്യൂബ് ഇമ്മേഴ്സ്ഡ്. വോളിയം ഓഫ് ദി ക്യൂബ് എന്ന് പറഞ്ഞാൽ ഏതാ? 8 ഇൻറ്റു 8. ക്യൂബിന്റെ വോളിയം 3 എഡ്ജ് സെയിം ആണ്. അപ്പോൾ ലെങ്തിന്റെ ബ്രെഡ്ത്തിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ a ക്യൂബ് എന്ന് പറയാം. 8 ഇൻറ്റു 8. അപ്പോൾ 16 ഇൻറ്റു 16 ഇൻറ്റു h, ദാറ്റ് ഈസ് ദി വോളിയം ഓഫ് ദി വാട്ടർ റൈസസ്, which is same as volume of the cube 8 into 8. So h is equal to multiply ചെയ്യാന്നുള്ള 16 into 16 അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പോൾ 8 into 8 by 16 into 16. ഇത് ക്യാൻസൽ ചെയ്യാം. 8നെ 16 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 16നെ 8 2 ടൈംസ്, ഇവിടെ 16ലെ 8 2 ടൈംസ്, അപ്പോൾ 2 into 2 4 ആവും. അപ്പോൾ 8/4, അതായത് 2 സെന്റിമീറ്റർ. അല്ലെങ്കിൽ ഇതിനെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. എളുപ്പം ഇതാണ്. 8 into 2 16, 8 into 2 16, അപ്പോൾ 2 into 2 4 വന്നു. ഒരു 8 ഇവിടെ ഉണ്ട്, 8/4, ദാറ്റ് ഈസ് 2 സെന്റിമീറ്റർ ഈസ് ദി വാട്ടർ ലെവൽ റൈസസ്. അപ്പോൾ 10 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്ററോട് കൂടി 12 സെന്റിമീറ്റർ ആയിട്ട്. മറ്റൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ 5th ക്വസ്റ്റ്യൻ ആണ്. A rectangular block of metal has length of edges 6 centimeter and 9 centimeter and 15 centimeter. It is melted and recast into how many cubes of size 3 centimeter can be made? അപ്പോൾ എന്താണ്? ഒരു ബ്ലോക്ക് ഓഫ് മെറ്റൽ, റെക്ടാങ്കുലർ ബ്ലോക്ക് ഓഫ് മെറ്റൽ, ഒരു ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള ഒരു മെറ്റൽ, ഒരു ലോഹം. അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റ് പറയാം. ലെങ്ത് 6, ലെങ്ത് 3 എഡ്ജിന്റെ ലെങ്ത് 6, 9, 15. ഈ എഡ്ജിന് ലെങ്ത് ഉള്ള ഇത്തരത്തിലുള്ള ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിനെ 3 സെന്റിമീറ്റർ സൈഡുള്ള ക്യൂബുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നു. എത്ര ക്യൂബുകൾ ഉണ്ടാവും? അപ്പോൾ നോക്കാം. ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക്, ലെങ്ത് 15 ആണ്, ബ്രെഡ്ത്ത് 9 ആണ്, ഹൈറ്റ് 6 ആണ്. ഇതിനകത്തുനിന്ന് 3 സെന്റിമീറ്റർ സൈസിലുള്ള ക്യൂബ് കട്ട് ചെയ്യണം. നോക്കിയേ, ഇപ്പോൾ 3 സെന്റിമീറ്റർ ഇങ്ങോട്ട്, 3 സെന്റിമീറ്റർ ഇങ്ങോട്ട്, ഹൈറ്റ് 3 സെന്റിമീറ്റർ, ഇങ്ങനെ വരുന്ന ക്യൂബ്സ് ഇതിൽ നിന്ന് എത്രയാണ് കട്ട് ചെയ്യാം?
അപ്പൊ നമ്പർ ഓഫ് ക്യൂബ്സ് എന്ന് പറയുന്നത് വോളിയം ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക് ബൈ വോളിയം ഓഫ് ക്യൂബ്. ഇതുപോലെ എത്ര ക്യൂബ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാ. അപ്പൊ ഈ 3 സെന്റിമീറ്ററുള്ള ക്യൂബ് എത്ര എണ്ണം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ വലിയ റെക്ടാങ്കുലർ ബ്ലോക്കിനെ 3 സെന്റിമീറ്റർ വീതമുള്ള ക്യൂബുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ എത്ര ക്യൂബ്സ് ഉണ്ടാവുന്ന. അപ്പോൾ നമ്പർ ഓഫ് ക്യൂബ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ വലിയ റെക്ടാങ്കുലർ ബ്ലോക്കിന്റെ വോളിയത്തിനെ ഈ ഒരു ക്യൂബിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതുപോലെയുള്ള എത്ര എണ്ണത്തിലുണ്ടെന്നാണ് നോക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക് ബൈ വോളിയം ഓഫ് 1 ക്യൂബ് ഗീവ് നമ്പർ ഓഫ് ക്യൂബ്സ്. അപ്പോൾ വോളിയം ഓഫ് റെക്ടാങ്കുലർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 15 × 9 × 6 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. 15 × 9 6 ബൈ ക്യൂബിന്റെ വോളിയം 3 × 3 × 3. അപ്പോൾ 15/3 9/3 6/3 അങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 15/3 എന്ന് പറഞ്ഞാൽ 5 ആണ്, 9/3 എന്ന് പറഞ്ഞാൽ 3 ആണ്, 6/3 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 5 × 3 × 2 ദാറ്റ് ഈസ് 30 ക്യൂബ്സ് ക്യാൻ ബി മെയ്ഡ്. ഇത് ലെങ്ത് 15 ആണ്. അപ്പോൾ 3 സെന്റിമീറ്റർ വീതം ഇങ്ങനെ ലെങ്ത് വൈസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ 1 2 3 4 5 എണ്ണം. 15/3 5, അതാ അവിടെ 5 വന്നു. ബ്രെഡ്ത്ത് വൈസ് നോക്കിയേ 9 സെന്റിമീറ്റർ ആണ്. അപ്പം 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ, അപ്പം 3 എണ്ണം ഇങ്ങനെ വരും. അപ്പൊ 5 എണ്ണം വീതമുള്ള 3 നിര, അങ്ങനെ ഒരു അട്ടി വന്നു. 3 15 എണ്ണമായി. അങ്ങനെ മുകളിലേക്ക് എത്ര വയ്ക്കാം, മുകളിലേക്ക് എത്ര എണ്ണം വരും, ഈ 2 എണ്ണം 3 3 6 കണ്ട 6 സെന്റിമീറ്റർ ഉള്ളൂ. അപ്പൊ 3 എണ്ണം വരും. അപ്പൊ 3 15 15 എണ്ണം വീതമുള്ള 2 അട്ടി. അപ്പോൾ 13 15 × 2 അതാണ് 30 എണ്ണം. അങ്ങനെ നമുക്ക് മനക്കണക്കായിട്ട് കൂട്ടാം. ലെങ്ത് വൈസ് എത്ര എണ്ണം വയ്ക്കാം, ബ്രെഡ്ത്ത് വൈസ് എത്ര എണ്ണം വയ്ക്കാം, ഹൈറ്റ് വൈസ് എത്ര എണ്ണം വയ്ക്കാം. ലെങ്ത് വൈസ് 15/3 5 എണ്ണം, ബ്രെഡ്ത്ത് വൈസ് 9/3 3 എണ്ണം, ഹൈറ്റ് വൈസ് 6/3 2. അപ്പോൾ 5 × 3 × 2 അങ്ങനെ മനക്കണക്കായിട്ട് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ നമ്പർ ഓഫ് ബ്ലോക്ക് ക്യൂബ്സ് ദാറ്റ് ക്യാൻ ബി കട്ട് ഓഫ് ഈസ് 30. ഈ ചതുര കട്ടയിൽ നിന്ന് നമുക്ക് നിർമ്മിക്കാവുന്ന ക്യൂബുകളുടെ എണ്ണം 30 എണ്ണമാണ്. ഓക്കെ, ഒരു ചോദ്യം കൂടിയുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ 6th ക്വസ്റ്റ്യൻ. ദി ബേസ് ഓഫ് എ പ്രിസം ഈസ് എ സ്ക്വയർ ഓഫ് സൈഡ് 6 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 10 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി ലാർജസ്റ്റ് ട്രയാങ്കുലർ പ്രിസം കട്ട് ഫ്രം ഇറ്റ്? അപ്പോൾ അങ്ങനെ ഒരു ചോദ്യമാണ്. ഒരു ബേസ് ഓഫ് എ പ്രിസം ഈസ് എ സ്ക്വയർ ഓഫ് സൈഡ് 6 സെന്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ ആണ് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ സ്ക്വയർ പ്രിസം ഓഫ് ബേസ് എഡ്ജ് 6 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? ഇതിൻ്റെ അല്ലെങ്കിൽ ഹൈറ്റ് 10 ആണെന്നറിയാം. അപ്പോൾ 6 സെന്റിമീറ്റർ ബേസ് എഡ്ജ് വരുന്ന ഒരു സ്ക്വയർ പ്രിസം, അതിൻ്റെ ഹൈറ്റ് 10 ആണ്. വാട്ട് ഈസ് ഇറ്റ്സ് വോളിയം? അതാണ് ഫസ്റ്റ് പാർട്ട്. വോളിയം കാണാൻ എന്ത് ചെയ്യണം? വേറെ ഒന്നുമില്ല, ബേസ് ഏരിയൻ്റെ ഹൈറ്റ് എന്നോ ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് എന്നോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു 6 × 6 × 10. 6 × ലെങ്തിൻ്റെ ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ബേസ് ഏരിയൻ്റെ ഹൈറ്റ് 6 × 6 എന്ന് പറഞ്ഞ ബേസ് ഏരിയ ആണ്, ഹൈറ്റ് 10. അപ്പോൾ 6 × 6 × 10 360 സെന്റിമീറ്റർ ക്യൂബ് ഈസ് ദി വോളിയം ഓഫ് ദിസ് സ്ക്വയർ പ്രിസം. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടോ, വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി ലാർജസ്റ്റ് ട്രയാങ്കുലർ പ്രിസം? അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിൽ നിന്ന് കട്ട് ചെയ്യുന്ന മാക്സിമം സൈസുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത് ആ സ്ക്വയറിന്റെ ഹാഫ് ഏരിയ ഉള്ളതായിരിക്കും. എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ സ്ക്വയറിന്റെ ഹാഫ് ഏരിയ ഉള്ള ട്രയാങ്കിൾ മാത്രമേ അതിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. സ്ക്വയർ ആവുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണ്. അപ്പോൾ ട്രയാങ്കിൾസ് ഹാവിങ് ദി സെയിം ബേസ് ആൻഡ് ദി സെയിം പാരലൽസ്. റെക്ടാങ്കിളും ട്രയാങ്കിളും വരച്ചു കഴിഞ്ഞാൽ ഹാവിങ് ദി സെയിം ബേസ് ആൻഡ് ബിറ്റ്വീൻ ദി സെയിം പാരലൽസ് ആണെങ്കിൽ എപ്പോഴും ഏരിയ അതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ സ്ക്വയറിൻ്റെ ഹാഫ് ഉള്ള ട്രയാങ്കിളെ നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈറ്റ് 10 തന്നെയായിരിക്കും. അപ്പോൾ ഇത് നോക്കാം, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്യാം. എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും മുകളിൽ നിന്ന് താഴെ എത്താൻ വരെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൈറ്റ് 10 തന്നെ വരും. അപ്പോൾ ഇതിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ ട്രയാങ്കുലർ പ്രിസത്തിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ സ്ക്വയർ പ്രിസത്തിന്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ വോളിയം ഓഫ് ദി ട്രയാങ്കുലർ മാക്സിമം സൈസ് ട്രയാങ്കുലർ പ്രിസം ഈസ് ഹാഫ് ഓഫ്, അതായത് വോളിയം ഓഫ് ലാർജസ്റ്റ് ട്രയാങ്കുലർ പ്രിസം ഈസ് ഹാഫ് ഓഫ് 360 ആയിരിക്കും. അപ്പോൾ ഹാഫ് × 360 എന്ന് പറഞ്ഞാൽ 180 സെന്റിമീറ്റർ ക്യൂബ് ആണ് ഇതിൽ നിന്ന് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ ട്രയാങ്കുലർ പ്രിസത്തിന്റെ വോളിയം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.